ഒളിച്ചോട്ടവും മറ്റുമൊക്കെ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണല്ലോ ഇപ്പോൾ. പണ്ടൊക്കെ കുട്ടികളായിരുന്നു ഇത്തരത്തിൽ പ്രണയത്തിൻ്റെ പേരിൽ മറ്റുമൊക്കെ ഒളിച്ചോടിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറി. മക്കളും കുടുംബവും ഒക്കെ ആയതിനു ശേഷം ആ മക്കളെയും കൊണ്ട് ഒളിച്ചോടുന്ന, അല്ലെങ്കിൽ ആ മക്കളെ ഉപേക്ഷിച്ചുകൊണ്ട് ഒളിച്ചോടി പോകുന്ന സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ പലപ്പോഴും കണ്ടുവരുന്നത്. ഞാനിന്നൊരു ഉസ്താദിൻ്റെ ഒരു വീഡിയോ കണ്ടു. ഇത്തരത്തിൽ ഒളിച്ചോട്ടവും മറ്റുമൊക്കെ വർദ്ധിച്ചു വരുന്ന ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, പ്രത്യേകിച്ച് പെൺകുട്ടികൾ കേൾക്കേണ്ട വാക്കുകളാണ് അദ്ദേഹം അതിൽ പറയുന്നത്. വർഷങ്ങളോളം നൊന്തു പ്രസവിച്ച് പോറ്റി വളർത്തിയ ഉമ്മയെ തള്ളിക്കളഞ്ഞ് ഇന്നലെ കണ്ട ഒരുത്തിനോടൊപ്പം ഇറങ്ങിപ്പോയ ഒരു പെൺകുട്ടിക്ക് പിന്നീട് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം അതിൽ പറയുന്നത്. ആ വീഡിയോ ഒന്ന് കാണാം. ഒരു പെൺകുട്ടി പൊന്നുമ്മയുടെ, ഞാനിത് പറയുമ്പോൾ എന്തൊക്കെയാണ് നാട്ടുകാരെ നമ്മുടെ നാടുകൾ നടക്കുന്നത്. നമ്മുടെ ജില്ലയിൽ വരെ എത്തി, താലൂക്കിലും എത്തി, നമ്മുടെ മഹല്ലുകളും എത്തി എന്നർത്ഥം. നമ്മുടെ മഹല്ലുകൾ വരെ എത്ര പെൺകുട്ടികളായി ചാടിപ്പോകുന്നത്. എന്താണ് ഈ കേൾക്കുന്നത്? 10, 18, 20 കൊല്ലമൊക്കെ പോറ്റി വളർത്തിയ ആ പൊന്നുമ്മയെ ഒരു മിനിറ്റ് സുഖത്തിന് വേണ്ടി, ഒരു 2 മിനിറ്റ് ഏതോ ഒരു സെക്കൻഡ് സുഖത്തിന് വേണ്ടിയിട്ട് ഈ പാവങ്ങളെ വലിച്ചെറിഞ്ഞ് ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടി. നിങ്ങൾ ആലോചിച്ച് നോക്കുന്നതിൻ്റെ ദുർഗതി, അതിൻ്റെ ഒരു വിഷമകരമായ അവസ്ഥ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു, അങ്ങനെ ഒരു പെൺകുട്ടി ഇറങ്ങിപ്പോയി. ഈ ഉമ്മ കൂടെ പോയി മോളെ എന്ന് വിളിച്ചിട്ട് ആ പൊന്നു ഉമ്മ മകളുടെ ചാരത്ത് ചെന്ന് മോൾ അണച്ചുകുട്ടി കരയുമ്പോൾ ഈ പെൺകുട്ടി ഉമ്മാനെ വലിച്ചെടുക്കുന്ന കാഴ്ച കാണും. ഇന്ന് ആ പെൺകുട്ടിയുടെ ദുർഗതി നിങ്ങൾക്ക് കേൾക്കണം. അത് നാട്ടിൽ നടന്നൊരു സംഭവമാണ്. ആ പെൺകുട്ടി മുഖത്ത് നോക്കിയിട്ട് അവിടെയുള്ള ആളുകൾ പറയുക, മോളെ നിന്റെ ഉമ്മയാണ് വന്നിട്ടുള്ളത്, മോളെ നിന്റെ ഉമ്മയാണ് വന്നിട്ടുള്ളത്, ഉമ്മ നിന്നെ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പെൺകുട്ടി പച്ചയിൽ പറഞ്ഞു, ഉമ്മനിക്ക് വേണ്ട, ഉമ്മനിക്ക് വേണ്ട. ഉടനെ തന്നെ ആ 10 മാസം നൊന്ത് പ്രസവിച്ച ഉമ്മ മോളെ കാൽക്കലങ്ങ് വീടുന്നുണ്ട്. അതിൻ്റെ വീഡിയോക്ക് ഒന്ന് കാണുന്ന നല്ലതാണ്. കാൽക്കലങ്ങ് വീടുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, മോളെ ആ ഉമ്മ കാൽക്കലങ്ങ് വീണ് മകളുടെ 2 കാലും കൂട്ടിപ്പിടിക്കുന്നുണ്ട്. മകളുടെ 2 കാലിനിടയിലാണ് ഉമ്മയുടെ തല. ഈ പെൺകുട്ടി എന്താ ചെയ്യുന്നറിയോ? ആ ഉമ്മയുടെ നെഞ്ചത്ത് ചവിട്ടി നിൽക്കുന്നുണ്ട്. മോളെ എന്താണ് മക്കളെ, ആരുടെ നെഞ്ചത്താ നീ ചവിട്ടുന്നത്? നിനക്ക് 2 കൊല്ലത്തോളം മുലയൂട്ടി തന്ന, നിനക്ക് 2 കൊല്ലത്തോളം മുല നൽകിപ്പോയ, മുലപ്പാല് നൽകിയ ആ പൊന്നുമ്മയുടെ മാറിടത്തിലാണ് മോളെ നീ ചവിട്ടുന്നത്. ആർക്ക് വേണ്ടി? ഒരു വൃത്തികെട്ടവന് വേണ്ടി, ഒരു വൃത്തികെട്ട ഒരു ചെക്കന് വേണ്ടിയിട്ട്. അവൻ എത്ര പെൺകുട്ടികളെ പ്രേമിച്ച് നടന്നവനാണ്, അവൻ എത്ര പെൺകുട്ടികളെ ചാടിച്ചവനാണ്. അവന് വേണ്ടിയിട്ടാണ് ഈ പെൺകുട്ടി പൊന്നുമ്മയുടെ നെഞ്ചത്ത് ചവിട്ടുന്നത്. ചവിട്ടിയപ്പോഴും ഈ ഉമ്മ കാല് വിട്ടില്ല പെൺകുട്ടിയെ. അവസാനം ഈ പെൺകുട്ടി ചെയ്യുന്നുണ്ട്. എനിക്ക് മുത്തല്ലിമീങ്ങൾ ആ ക്ലിപ്പൊന്ന് കാണിച്ചു തന്നു. എൻ്റെ മനസ്സ് പതറി. കാരാണ് ഈ പെൺകുട്ടി ആ ഉമ്മയുടെ കവടത്ത് ഇങ്ങനെ ചവിട്ട് നിന്നപ്പോ, ഒരു ഉമ്മയുടെ കവടത്ത് ചവിട്ട് നിൽക്കുന്ന കണ്ടപ്പോ വേദന കൊണ്ട് സഹിക്കാൻ കഴിയാത്ത പുളകി മറിയുന്ന ഉമ്മ കൈവിട്ടു. കൈവിട്ട സമയത്ത് ഈ പെൺകുട്ടി ഓടി ചെക്കൻ്റെ കൂടെ, അവൻ ബൈക്കിലിരിക്കുന്ന ചെക്കൻ്റെ കൂടെ പോയി ബൈക്കിന് പിന്നിൽ ആ ബൈക്കിന് പോകുന്നതും ഈ ഉമ്മ പോടും എഴുന്നേറ്റിട്ട് വിളിക്കുന്നൊരു വിളിയുണ്ട്, മോളെ എന്നൊരു വിളി. ഉമ്മാക്കാരുമില്ല, ഈ ഉമ്മാക്ക് പെൺകുട്ടിയല്ലാതെ ആരുമില്ല. മോളെ എന്നൊരു വിളി വിളിക്കുന്നുണ്ട്. മോളെ. ആ ഉമ്മയുടെ നെടുവീർപ്പ് ആരോട് പറയാൻ കഴിയും? പക്ഷേ ഞാനിപ്പോൾ വഴുതു പറയുമ്പോൾ, അന്ന് നിങ്ങളോട് വഴുതു പറഞ്ഞ സമയത്ത് ആ പെൺകുട്ടി ചാടിപ്പോയ കഥയാണ്. ഇന്ന് ആ പെൺകുട്ടി ആർക്കും വേണ്ടാത്ത ഉപ്പ് തൊട്ട കലം പോലെ ഈ ഉമ്മയുടെ കൂടെ ഉണ്ടെന്ന് ഓർക്കണം. ആരുമില്ല അവൾക്ക്, ഈ ചെക്കനില്ല, മറ്റുള്ളവരില്ല, വേറെ. കാരണം ഒരുത്തന്റെ കൂടെ ചാടിപ്പോയി പിന്നൊക്കെ പ്രശ്നം തന്നെ. ആർക്ക് വേണം ഈ കാണുന്ന ജീവിയെ? അത് മൈക്കിലൂടെ പറയാൻ പ്രയാസമുണ്ട്. അവസാനം ഞാൻ ഇന്ന് നിങ്ങളോട് പ്രസംഗിക്കുമ്പോൾ ഈ പെണ്ണ്, ആ ഉമ്മ ഇങ്ങനെ നോക്കി വളർത്തുന്നുണ്ട്. ആർക്ക് വേണം? പക്ഷേ ഉമ്മ കൈവിടുകയോ? മക്കളെ, ഉമ്മ കൈയൊടുക്കോ? ആ ഉമ്മയല്ലേ പെൺകുട്ടിയെ 10 മാസം നൊന്ത് പ്രസവിച്ചത്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആ ഉമ്മയുടെ നെഞ്ചത്തുള്ള എല്ലുകൾ കൊത്തിമുറിച്ചാൽ ഉമ്മയുടെ വേദന എത്രയാണ്? അതിനേക്കാളും വലിയ വേദന.
മോളെ, നിന്റെ നെഞ്ചത്തുള്ള എല്ലുകൾ കൊത്തിമുറിക്കുന്നുവെങ്കിൽ നിന്റെ വേദന എത്രയാണ്? അതിനേക്കാളും വലിയ വേദന ഈ പെൺകുട്ടിയെ പ്രസവിക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ ഉമ്മ സഹിച്ചിട്ടുണ്ട്. ആർക്കും വേണ്ടാത്ത ചണ്ടിയായി ഏതോ ഭാഗത്തുണ്ടെന്ന് കേട്ടപ്പോൾ അവിടെ ഓടിയെത്തിയതും ഈ ഉമ്മ തന്നെയാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെ കുറെ ചാടിപ്പോയ പെൺകുട്ടികളുണ്ട്. അവസാനം ചാടിപ്പോയി തിരിച്ചു വരുമ്പോൾ മോളെ എന്ന് വിളിച്ചിട്ട് കാരണം ഉമ്മാക്ക് കൈയൊടിക്കാൻ കഴിയില്ല, ഉമ്മാക്കൊരിക്കലും അവളെ കൈയൊടിക്കാൻ കഴിയില്ല. മനസ്സ് വേദനയുണ്ട്, പക്ഷെ മക്കളെ കൈയൊടിക്കാൻ കഴിയോ? ഈ പെൺകുട്ടി ആ പെൺകുട്ടിയെ പോയി വയറ് നിറയെ ഭക്ഷിപ്പിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കഴിക്കുമോളെ എന്ന് പറഞ്ഞ്, ഏത് മോളെന്നറിയോ? ഈ ഉമ്മയുടെ നെഞ്ചത്ത് ചവിട്ടി നിന്ന പെൺകുട്ടി, ഉമ്മയുടെ കവളത്തെ ചവിട്ടിയിട്ട് ഒരു സെക്കൻഡ് കൂടെ ഇറങ്ങിപ്പോയവളെ കൊണ്ടുവന്ന് വീട്ടിലിരുത്തി വയറ് നിറയെ ഭക്ഷിപ്പിച്ചുകൊണ്ട് കഴിക്കുമോളെ എന്ന് പറഞ്ഞ് വീണ്ടും വളമ്പി കോരിക്കൊടുക്കുന്ന ഉമ്മ. ഒരവസ്ഥയിൽ നിന്ന് ഒരു പെൺകുട്ടി ഉണ്ടെന്നുള്ളത് നമ്മൾ ഓർക്കണം കേട്ടോ. ഉസ്താദ് ഇതിൽ പറയുന്നത് ഒരു നടന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ്. ഒരു പെൺകുട്ടി ഇത്രയും വർഷക്കാലം പോറ്റി വളർത്തിയ മാതാവിനെ വേദനിപ്പിച്ച് ഇന്നലെ കണ്ട ഒരുത്തിനോടൊപ്പം ഇറങ്ങി പുറപ്പെടുന്നു. ആ മാതാവ് വേദനയോടുകൂടി മകളെ നീ പോകല്ലേ എന്ന് പറയുമ്പോഴും അതിനെയൊന്നും വകവയ്ക്കാതെയാണ് ആ പെൺകുട്ടി ഇറങ്ങിപ്പോകുന്നത്. മാത്രമല്ല അതിലേറ്റവും കൂടുതലും വേദനിപ്പിക്കുന്നത് ആ ഉമ്മ തൻ്റെ മകളുടെ കാല് പിടിച്ച് കരഞ്ഞിട്ടും ആ ഉമ്മയുടെ കണ്ണുനീർ ആ പെൺകുട്ടി കണ്ടില്ല എന്ന് മാത്രമല്ല, ആ ഉമ്മയുടെ നെഞ്ചത്തും കവളിലുമൊക്കെ ചവിട്ടുകയും ചെയ്തു. നോക്ക് എന്തുമാത്രം മാനസികവും ശാരീരികവുമായ പ്രയാസങ്ങളിലൂടെയായിരിക്കും ആ ഉമ്മ കടന്നുപോയിട്ടുണ്ടാവുക. അവസാനം ആവശ്യം തീർന്നപ്പോൾ അവൻ ആ പെൺകുട്ടിയെ വലിച്ചെറിഞ്ഞു. എന്നാൽ ആ പെൺകുട്ടിക്ക് അവസാനം തുണയായി മാറിയത് ആ ഉമ്മയായിരുന്നു. നിങ്ങൾക്കൊരു പ്രയാസമുണ്ടായി എന്ന് കേട്ടുകഴിഞ്ഞാൽ, സ്വന്തം മകൾക്ക് ഒരു ആപത്ത് പറ്റിയെന്ന് കേട്ടുകഴിഞ്ഞാൽ ആദ്യം ഓടിയെത്തുന്നത് ഇന്നലെ കണ്ട ആ കാമുകന് വേണ്ടി നിങ്ങൾ തള്ളിപ്പറഞ്ഞ ആ ഉമ്മ മാത്രമായിരിക്കും. ഒരു ഉമ്മയുടെ മനസ്സിൻ്റെ സ്നേഹം എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നത് അത്തരം നിമിഷങ്ങളിലാണ്. താൻ അനുഭവിച്ച അപമാനവും വേദനയും മാറ്റിവെച്ച് തളർന്നു നിൽക്കുന്ന ആ മകളെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ ഒരു ഉമ്മയ്ക്ക് മാത്രമേ സാധിക്കൂ. ഇന്നലെ കണ്ട ഒരുത്തിന് വേണ്ടി നീ എന്നെ ഉപേക്ഷിച്ചു പോയതല്ലേ എന്ന് ചോദിച്ച് ആ വാതിലടച്ചു കളയാൻ ഒരു ഉമ്മയുടെ മനസ്സിന് കഴിയില്ല. കാരണം ആ ഉമ്മയുടെ രക്തവും മാംസവുമാണ് നിങ്ങൾ. നിങ്ങൾ എത്ര വലിയ തെറ്റ് ചെയ്താലും, ലോകം മുഴുവൻ എതിർത്താലും നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കാൻ ആ ഉമ്മയുടെ കൈകൾ നീളും. അതാണ് ഉമ്മയുടെ സ്നേഹത്തിൻ്റെ മഹത്വം. ആ സ്നേഹത്തിന് അതിരുകളോ വ്യവസ്ഥകളോ ഒന്നും തന്നെയില്ല. ഇത് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട അനിയത്തിമാരോടും സഹോദരിമാരോടും ഒരു കാര്യം മാത്രം ഓർമ്മിപ്പിക്കട്ടെ. ജീവിതത്തിൽ വൈകാരികമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കുക. നിങ്ങളെ ഏതാനും ദിവസങ്ങൾ കൊണ്ട് സ്നേഹിക്കാൻ തുടങ്ങിയ ഒരാൾക്ക് വേണ്ടി നിങ്ങളെ ജന്മം നൽകി വളർത്തിയ മാതാപിതാക്കളുടെ സ്നേഹത്തെ ചെറുതായി കാണരുത്. താൽക്കാലികമായ ആവേശത്തിനും സന്തോഷത്തിനും വേണ്ടി ഇത്രയും വർഷക്കാലം പോറ്റി വളർത്തിയ ആ മാതാപിതാക്കളെ ഒക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇന്നലെ കണ്ട മറ്റൊരാൾക്കൊപ്പം ഇറങ്ങി പുറപ്പെടുകയും അവസാനം ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ, കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ പെൺകുട്ടികളുടെ എത്രയോ സംഭവങ്ങൾ പലപ്പോഴായി നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. ആവശ്യം കഴിയുമ്പോൾ പെരുവഴിയിൽ വലിച്ചെറിയപ്പെട്ട അവസ്ഥകളും പല പെൺകുട്ടികൾക്കും ഉണ്ടായിട്ടുണ്ട്. ഇന്നും അതിൻ്റെ പേരിൽ നീറി ജീവിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുമുണ്ട്. അതുകൊണ്ട് മാതാപിതാക്കളെ ഒരിക്കലും വേദനിപ്പിക്കാതിരിക്കുക. ഒരു മാതാവിൻ്റെ ശാപം, ആ മാതാവിൻ്റെ കണ്ണുനീർ ഇത്തരം ആളുകളെ നിരന്തരമായി വേട്ടയാടിക്കൊണ്ടേയിരിക്കും.